പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കുടിച്ചു തീർത്ത കുപ്പികൾ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു കുന്നോളം, ഏറ്റവും മുന്തിയ സിഗരറ്റിൻ്റെ ഒഴിഞ്ഞ പാക്കറ്റുകൾ, പളപള മിന്നുന്ന സിൽക്കിൻ്റെ ഷർട്ടുകൾ, മോഡലുകൾ ധരിക്കുന്ന ഏറ്റവും പുതിയ പാൻറ്റുകൾ. ശങ്കരൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖം ഓറഞ്ച് പോലെ തുടുത്ത സുന്ദരിയായ ഭാര്യയുണ്ടായിട്ടും തോട്ടത്തിലെ തൊഴിലാളി സ്ത്രീയായ കാക്കച്ചിൽ ഒരു മകളുള്ളയാൾ. സാധാരണഗതിയിൽ ഇത്രയൊക്കെ വിശേഷണങ്ങൾ ഒരു പുരുഷന് സമൂഹം ചാർത്തി കൊടുക്കുമെങ്കിൽ അയാളെ ഒരു നല്ല മനുഷ്യന്റെ ഗണത്തിൽ പെടുത്താറില്ല. എന്നിട്ടും മിസ്റ്റർ മാത്യു കൊല്ലപ്പെട്ടപ്പോൾ നല്ലവനായ മിസ്റ്റർ മാത്യുവിനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്നവരേറെയായിരുന്നു ഡാൻവർ എസ്റ്റേറ്റിൽ. മിസ്റ്റർ മാത്യുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൊലപാതകിയായി കണ്ടെത്തിയ ആളെ ആരും സംശയിച്ചു പോകുമായിരുന്നു. വായിക്കാം. നഖങ്ങളുടെ 7-ാം അധ്യായം. കരിയില അടിച്ചു പറത്തുന്ന കാറ്റ്. ജോൺ സെബാസ്റ്റ്യൻ ജനാല അടച്ചു. രാമുണ്ണി മേനോൻ പറന്നുപോയ ന്യൂസ് പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അഡ്വക്കേറ്റ് പ്രിംറോസ് ക്ഷോഭ്യനായിരിക്കുകയാണ്. കുളിമുറിയിലേക്ക് പോയി മുഖം കഴുകി മടങ്ങി വന്ന സദാനന്ദൻ ജനാല അടയ്ക്കുവാൻ ജോൺ സെബാസ്റ്റ്യനെ സഹായിച്ചു. പ്യൂൺ പീലി ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. മഴ പെയ്യുമോ? രാമുണ്ണി മേനോൻ ചോദിച്ചു. ഹേയ്, ഇല്ല, വെറും കാറ്റാണ്. ജനാലകൾ അടച്ചു മടങ്ങി വന്നിരുന്ന ജോൺ സെബാസ്റ്റ്യൻ പീലിയുടെ നേർക്ക് തിരിഞ്ഞു. കാറിന്റെ ഗ്ലാസ് പൊക്കിയിട്ടില്ല. ഓ, വേണ്ടാന്ന്. ജോൺ സെബാസ്റ്റ്യൻ പീലിയുടെ നേർക്ക് തിരിഞ്ഞു. ആ പീലി എന്നതാടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വിളമ്പിക്കേ. ഡാൻവർ എസ്റ്റേറ്റിന് തൊട്ടടുത്ത് ഒരു ഏലാത്തോട്ടത്തിനുള്ളിൽ നിൽക്കുന്ന ആ പഴയ ബംഗ്ലാവിന്റെ അടച്ചിട്ട പൂമുഖ ഹാളിൽ ഒരു സൺഡേ പാർട്ടി ആരംഭിക്കുകയാണ്. ജോൺ സെബാസ്റ്റ്യന്റെ വകയാണ് ഏലാത്തോട്ടം. കറുത്ത് തടിച്ച ആ മനുഷ്യന് ഈ ഏലാത്തോട്ടം ഒരു വിനോദം മാത്രമാണ്. കൂട്ടുകാരുമായി സമ്മേളിക്കാനും മറ്റും. വമ്പിച്ച കുടുംബസ്വത്തിന്റെ അവകാശി. എല്ലാം കൂടി നോക്കിക്കണ്ടെടുക്കാൻ തന്നെ വിഷമം. ജോൺ സെബാസ്റ്റ്യൻ ശുദ്ധനാണ്. ആർക്കും ഉപദ്രവം ചെയ്യണമെന്നില്ലാത്ത, ആരോടും ഒരു തർക്കത്തിന് പോയിട്ടില്ലാത്ത യോഗ്യനായ പണക്കാരൻ. രാമുണ്ണി മേനോൻ കഷ്ടിച്ച് 4 അടി ഉയരം വരുന്ന ഒരു പ്രമാണിയാണ്. എന്നുവെച്ചാൽ എറണാകുളത്തും കോട്ടയത്തും 2 വലിയ ഹോട്ടലുകൾ സ്വന്തമായിട്ടുണ്ട്. സകലമാന ഉദ്യോഗസ്ഥന്മാരുടെയും പരിചയക്കാരൻ. അഡ്വക്കേറ്റ് പ്രിംറോസ് ചെറുപ്പക്കാരനാണ്. സദാനന്ദൻ എസ്റ്റേറ്റ് ബ്രോക്കറും. പീലി കൃത്യനിർവഹണം ആരംഭിച്ചു. 4 നീളൻ ചില്ല് ഗ്ലാസുകൾ, 3 കുപ്പി ഡബിൾ സ്കോച്ച് വിസ്കി, 10-20 സോഡ, 2 ചട്ടി നിറച്ചു കോഴിയിറച്ചി, പിന്നെ കുറെ ചിപ്സ്. എല്ലാം പീലി ഭംഗിയായി പകരുകയും വിളമ്പുകയും ചെയ്തു. 4 ഗ്ലാസുകൾ നിരത്തി വെച്ചപ്പോൾ ജോൺ സെബാസ്റ്റ്യൻ 5ാമതൊരു ഗ്ലാസ് കൂടി എടുത്തു വെച്ചു. പീലി അതിലും പകർന്നു. സോഡ ഒഴിച്ചു. സദാനന്ദൻ ഒരു മെഴുകുതിരി കൊളുത്തി. ജോൺ സെബാസ്റ്റ്യൻ ഒരു ഗ്ലാസ്സിലെ മദ്യമെടുത്ത് ഉയർത്തി. എല്ലാവരും എഴുന്നേറ്റു. ജോൺ സെബാസ്റ്റ്യൻ ആ ഗ്ലാസ് കത്തുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ നോക്കി. അവൻ നമുക്ക് പ്രിയമുള്ളവനായിരുന്നു. അവൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 2 ആഴ്ച തികയുന്നു. ആ നല്ലവന്റെ ആത്മാവ് നിത്യശാന്തി പ്രാപിക്കട്ടെ. ജോൺ സെബാസ്റ്റ്യന്റെ തൊണ്ടയിടറി. മത്തായിച്ച, ഞങ്ങളെ ഇത് നിനക്കായിട്ട് വെച്ചിരിക്കുവാന്നു. 4 പേരും കൈകെട്ടി ശിരസ് കുനിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയവരെ പോലെ നിന്നു. ജോൺ സെബാസ്റ്റ്യന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മരിച്ച മാത്യുവിന്റെ സ്മരണയ്ക്കായുള്ള ദാഹജലമാണ് ആ മെഴുകുതിരിയുടെ മുന്നിലിരിക്കുന്ന ചില്ല് ഗ്ലാസിൽ പകർന്നു വെച്ചിരിക്കുന്നത്. ഞായറാഴ്ച തോറും ഒരുമിച്ചിരുന്ന് ലഹരിയിൽ മുഴുകുകയും സുഖിക്കുകയും അനന്തമായി വെടിപറഞ്ഞ് ആഹ്ലാദിക്കുകയും ചെയ്തിരുന്ന ഒരു സുഹൃത്താണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത്. തീരെ പ്രതീക്ഷിച്ചതല്ല. ഏത് കൈകളാണ് ആ യോഗ്യനായ സ്നേഹിതന്റെ പ്രാണനിൽ ലക്ഷ്യം വെച്ചതെന്ന് പോലും നിശ്ചയമില്ല. ദീർഘകാലത്തെ ആ ഓർമ്മകളാണ് ആ മെഴുകുതിരിയിലും ചില്ല് ഗ്ലാസിൽ പകർന്ന പാനീയത്തിലും അർപ്പിച്ചിരിക്കുന്നത്. ഒരു 14-ാം നമ്പർ വിളക്ക് ആ ഹാൾമുറിയിൽ തൂങ്ങുന്നു. അത് ചുറ്റും വീശുന്നത് വെളിച്ചമല്ലെന്നും മനോവേദനയാണെന്നും തോന്നിപ്പോകും. അതിന്റെ കീഴിൽ ആ മെഴുകുതിരി എരിഞ്ഞു തീരുന്നവന്റെ നൊമ്പരവും താങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ 4 പേരുടെയും മുഖത്തും മരണത്തിന്റെ ഓർമ്മയും വികാരവും വിങ്ങി നിന്നു. ഒരു പട്ടി ദൂരെ ഓലിയിട്ടത് യാദൃശ്ചികമായിരുന്നു. എങ്കിലും ആ മൗനം പൂണ്ട അന്തരീക്ഷത്തിൽ അതാരുടെയോ ആത്മവേദന
വിളിച്ചറിയിക്കും പോലിരുന്നു. പീലി നിശബ്ദനായി നിൽക്കുകയാണ്. ജോൺ സെബാസ്റ്റ്യൻ ഗ്ലാസ് എടുത്തു. മറ്റു 3 പേരും എടുത്തു. ജോൺ സെബാസ്റ്റ്യൻ പറഞ്ഞു, നല്ലവനായ മത്തായിച്ചൻ നമ്മളോട് ക്ഷമിക്കട്ടെ. ജോൺ സെബാസ്റ്റ്യൻ ഒന്നും ഒത്തി. 2-3 നീർക്കണങ്ങൾ മാത്രം ആ ചുണ്ടുകളിൽ പറ്റി നാവിന്റെ നടുവിൽ കൂടി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. രാമുണ്ണിമേനോനും അങ്ങനെ ചെയ്തു. പ്രിംറോസ് ഗ്ലാസ് ചുണ്ടിൽ തൊടുവിച്ചതേ ഉള്ളൂ. സദാനന്ദൻ അല്പനിമിഷങ്ങൾ മെഴുകുതിരിയിലേക്കും ഗ്ലാസ്സിലേക്കും നോക്കി നിന്നു. പിന്നെ ചുണ്ടുവരെ കൊണ്ടുപോയ ഗ്ലാസ് തിരിച്ച് മേശപ്പുറത്ത് വെച്ചു. എല്ലാവരും ഇരുന്നു. 4 സിഗരറ്റുകൾ കത്തി. പീലി അടുത്ത ആജ്ഞ കാത്ത് നിശ്ചലനായി നിൽക്കുന്നു. പുറത്ത് കാറ്റ് ശമിച്ചിരുന്നു. നല്ലവനായ മാത്യുവിനെ ഓർമ്മിച്ചപ്പോൾ ആ മലവാരങ്ങളുടെ മനസ്സ് തെല്ലൊന്ന് ശോഭിച്ചതായിരിക്കണം. രാത്രി 10 മണിയായിട്ടുണ്ട്. ദൂരെ ലയങ്ങളിൽ നിന്നുള്ള അവ്യക്ത ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഏലത്തോട്ടത്തിനുള്ളിൽ എല്ലാം മൗനമാണ്. ഒരനക്കവുമില്ല. 2 കാറുകളും 1 ജീപ്പും മുറ്റത്ത് കിടപ്പുണ്ട്. അവ അകത്ത് എന്ത് നടക്കുന്നുവെന്ന് ഗവനിക്കാതെ കണ്ണുമടച്ചു കിടക്കുകയാണ്. മുറിക്കുള്ളിൽ ആ മൗനം തുടരുന്നു. എല്ലാ ശബ്ദങ്ങളും ആ മെഴുകുതിരിയുടെയും ഗ്ലാസിന്റെയും ചുവട്ടിലേക്ക് ചെന്നു മിണ്ടാതെ കുത്തിയിരിക്കുന്നത് പോലെ. മരണത്തെപ്പറ്റിയുള്ള സ്മരണയ്ക്ക് ചിലപ്പോൾ മരണത്തെക്കാൾ മൂകതയാണ്. 5 മനുഷ്യജീവികൾ ആ മുറിയിലുണ്ട്. പക്ഷേ അവർ 5 പേരും കൂടി ആ നിശബ്ദതയുടെ മണിമഞ്ചൽ മനസ്സുകൊണ്ട് താങ്ങിപ്പിടിച്ചിരിക്കുകയാണ്, ഒരു നൂലിഴ പോലും അനങ്ങാതെ. അപ്പോൾ ആ വീട്ടിനകത്ത് എവിടെയോ നിന്നൊരു ഞരക്കം കേട്ടു. വേദന പൂണ്ട ഞരക്കം. ജോൺ സെബാസ്റ്റ്യൻ ഒന്ന് ശിരസ്സുയർത്തി നോക്കി. പ്രിംറോസ് ഒന്ന് ചലിച്ചു. സദാനന്ദനും മുഖമുയർത്തി. രാമുണ്ണി മേനോന് മാത്രം ഒരു ചെറു ചലനം പോലുമില്ലായിരുന്നു. ആ വീട്ടിൽ മറ്റാരുമുള്ള ലക്ഷണമില്ല. ഒരുപക്ഷെ അതിനുള്ളിൽ ഇരുട്ട് പഴയ ഓർമ്മകൾ കൊണ്ട് നൊമ്പരം പൂണ്ട് മൂളിയതാണോ? അതോ ആ ചുമരുകളുടെ വേദനയുടെ സ്വരമോ? കുറച്ചു സമയം കൂടി. ജോൺ സെബാസ്റ്റ്യൻ ഒരു കക്ഷണം ഇറച്ചിയെടുത്തു കടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവളെ ഇനി വിട്ടേക്കണം മേനോൻ സാറേ. പാടില്ല. പല്ലിൽ പകുതി ഉടക്കിയ മറ്റൊരു ഇറച്ചി കഷ്ണം പുറത്തേക്ക് എടുക്കും മുമ്പ് രാമുണ്ണി മേനോൻ പറഞ്ഞു, അവൾക്കറിയാം. അവൻ മാത്രം നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നാൽ പോരെ മേനോൻ സാറേ? സദാനന്ദൻ സിഗരറ്റിന്റെ പുകയ്ക്കിടയിലൂടെയാണത് ചോദിച്ചത്. എന്നിട്ട് ശ്വാസധാരയിൽ കടന്നുകൂടിയ പുക മൂലം ആ മനുഷ്യനൊന്ന് ചുമച്ചു. പോരാ. രാമുണ്ണി മേനോൻ ആ ഗ്ലാസ് തീർത്തു വെച്ചു. പ്രിംറോസ് മീശയിൽ പല്ലുകൊണ്ട് എത്തിപ്പിടിച്ച് കടിച്ചുകൊണ്ടിരുന്നു. പീലി, രാമുണ്ണി മേനോൻ വിളിച്ചു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് കണ്ണുകാട്ടി. പീലി ഗ്ലാസ് വിസ്കിയും സോഡയും കൊണ്ട് നിറച്ചു. മേനോൻ അത് ഒരു പിടിക്ക് കുടിച്ചു. മേനോൻ അങ്ങനെയാണ് സ്കോച്ച് വിസ്കിയിലും. കള്ളുപോലെ കുടിച്ചില്ലെങ്കിൽ മേനോന് തൃപ്തിയില്ല. എന്നിട്ട് ഒരു പുക കൂടി. അവളെ വെച്ചോണ്ടിരുന്നാല് എന്നതാ പ്രയോജനം? പിന്നെ വേണ്ടാത്ത വഴക്കും പേരുദോഷവും വെറുതെ കെട്ടിമേടിക്കുകയും ചെയ്യും. ജോൺ സെബാസ്റ്റ്യൻ സൗമ്യമായിട്ടാണ് അത് പറഞ്ഞത്. മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ബംഗ്ലാവിലായതുകൊണ്ടായിരിക്കും ഈ വിഷമമൊക്കെ. രാവുണ്ണി മേനോൻ അർത്ഥമുള്ള സ്വരത്തിൽ സംശയം പ്രകടിപ്പിച്ചു. സെബാസ്റ്റ്യൻ സാറിന് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഇരുന്ന് കുടിക്കത്തില്ലായിരുന്നു. സദാനന്ദനാണ് മറുപടി നൽകിയത്. ആ കള. ഇന്നത്തെ ദിവസം ആരും ഒന്നും പറയാതിരിക്കണതാ ഭംഗി. മത്തായിച്ചന്റെ ഗ്ലാസും നിറച്ചു. മെഴുകുതിരി മുമ്പാടെ വെച്ചോണ്ട് എന്നാ പറയാനാണ്? നല്ലത് പറഞ്ഞാല് കേൾക്കത്തില്ല. അവളെ അങ്ങ് പറഞ്ഞയച്ചേക്കണം സാറേ. സദാനന്ദൻ രാവുണ്ണി മേനോൻ പകുതി അഭ്യർത്ഥനാ സ്വരത്തിൽ പറഞ്ഞു. ഒക്കത്തില്ല. രാവുണ്ണി മേനോൻ തീർത്തു പറഞ്ഞു. ഗ്ലാസ് നീട്ടി. പീലി ഒരിക്കൽ കൂടി പകർന്നു. അന്തരീക്ഷം അല്പം ചൂട് പിടിച്ചിരുന്നു. സദാനന്ദന്റെ മുഖത്തൊരു ഗൗരവ ഛായ വീശി. രാവുണ്ണി മേനോന്റെ കണ്ണുകൾ ചെമന്നു നിൽക്കുന്നു. പ്രിംറോസ് അപ്പോഴും വല്ലത് കീഴ്പല്ലുകൾ കൊണ്ട് മേൽമീശയിലേക്ക് ചേർത്ത് വെച്ച് കടിച്ചുകൊണ്ടിരുന്നു. ജോൺ സെബാസ്റ്റ്യൻ മുഖം താഴ്ത്തിയിരുന്ന് തുടർച്ചയായി സിഗരറ്റ് വലിച്ചു. മെഴുകുതിരിക്ക് മുൻപിൽ വെച്ച ഗ്ലാസ് വിളറിയ മുഖവുമായി നിന്നു. സദാനന്ദൻ എഴുന്നേറ്റു. രാവുണ്ണി മേനോൻ ലഹരി പിടിച്ച് കയറുന്ന കണ്ണുകൾ കൊണ്ട് അയാളെ നോക്കി. ജോൺ സെബാസ്റ്റ്യൻ മുഖമുയർത്തി ചോദിച്ചു, സദാനന്ദൻ എവിടെ പോകുന്നു? അവളെ പറഞ്ഞയക്കാൻ. സാധ്യമല്ല സദാനന്ദൻ. രാവുണ്ണി മേനോൻ എഴുന്നേറ്റു. 2 പേരും ഇരുന്നേ, ജോൺ സെബാസ്റ്റ്യൻ നിർദ്ദേശിച്ചു. പറഞ്ഞു വിടുന്നതാ നല്ലത്. പക്ഷേങ്കില് മേനോൻ സാറിനും കൂടി ഇഷ്ടമുള്ള കണക്ക് ചെയ്താട്ടെ. സദാനന്ദൻ.
ജോൺ സെബാസ്റ്റ്യന്റെ വാക്ക് ആദരിക്കപ്പെട്ടു. സദാനന്ദൻ ഇരുന്നു. രാമുണ്ണി മേനോനും പിറകെയിരുന്നു. പക്ഷേ അതുവരെ നിശബ്ദനായിരുന്ന പ്രിംറോസ് എഴുന്നേറ്റു അകത്തേക്ക് നടന്നു. പ്രിംറോസിന്റെ ഗ്ലാസ് ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. പീലി അത് നിറയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് അതിന്റെ ഉടമസ്ഥന് ചലനം വന്നത്. ആ മനുഷ്യൻ അതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോഴും മിണ്ടിയില്ല. നിവർന്നു നിൽക്കാൻ കഴിയുന്ന പ്രതിമ കണക്ക് എഴുന്നേറ്റു. അത് കണ്ട് ജോൺ സെബാസ്റ്റ്യനും മേനോനും സദാനന്ദനും ഉറ്റുനോക്കി. അവരുടെ കണ്ണുകൾ പ്രിംറോസ് നടന്നു നീങ്ങിയ വഴിക്ക് സഞ്ചരിച്ചു. അയാൾ അകത്തെ മുറിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഒരുത്തരും മിണ്ടിയില്ല. പ്രിംറോസ് അകത്തേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ശബ്ദം മാത്രം കേൾക്കാം. ഉള്ളിൽ ഒരു കതക് മെല്ലെ തുറക്കപ്പെട്ടു. രാമുണ്ണി മേനോൻ ഒരടിയേറ്റതുപോലെ തല നിവർത്തി. ജോൺ സെബാസ്റ്റ്യനും സദാനന്ദനും പരസ്പരം നോക്കി. പീലി ഓരോ ഗ്ലാസുകളിലായി മദ്യം പകർന്നുകൊണ്ടിരുന്നു. സെബാസ്റ്റ്യൻ, രാമുണ്ണി മേനോൻ ഉറക്കെ വിളിച്ചു. ഇരിക്കൂ മേനോൻ സാറേ, സെബാസ്റ്റ്യൻ സമാധാനപ്പെടുത്തി. അകത്തെ മുറിയിൽ നിന്നും ചെരുപ്പിന്റെ ശബ്ദം. അത് പുറത്തേക്ക് വരുന്നു. ജോൺ സെബാസ്റ്റ്യനും മേനോനും സദാനന്ദനും ഇരുട്ടിലേക്ക് കണ്ണുകൾ അയച്ച് ശ്രദ്ധിച്ചിരുന്നു. നിമിഷങ്ങളുടെ പുറത്താണ് ആ ചെരുപ്പിന്റെ ഒച്ചകൾ വന്ന് വീഴുന്നതെന്ന് തോന്നി. ഒടുവിൽ പ്രിംറോസ് അകത്തെ വാതിൽക്കലെത്തി. ഒന്ന് നിന്നു, പിന്നെ പുറത്തേക്ക് വന്നു. എന്നിട്ട് തിരിഞ്ഞ് അകത്തേക്ക് നോക്കി പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങി വരൂ. ഒരു സ്ത്രീ ഇറങ്ങി വന്നു. തേങ്ങി. അത് മുത്തപ്പന്റെ കെട്ടിയവൾ കാക്കച്ചിയായിരുന്നു. ജോൺ സെബാസ്റ്റ്യൻ മുഖം താഴ്ത്തി. സദാനന്ദൻ തന്റെ മുൻപിലിരുന്ന ഗ്ലാസ്സിൽ കണ്ണുകൾ അർപ്പിച്ചിരുന്നു. രാമുണ്ണി മേനോൻ തന്റെ വികാരങ്ങൾ അടക്കുകയാണ്. കാക്കച്ചി ചേലയിൽ പൊതിഞ്ഞ ദുഃഖം കണക്ക് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് നിന്നു. ഒരു മെഴുകുതിരി അവളുടെ രൂപത്തിലേക്ക് നോക്കി ഒന്ന് തലയിളക്കി. പിന്നെ മുകളിലേക്ക് ദൃഷ്ടികൾ നീട്ടി നിന്നു. ആ ഗ്ലാസ്സിലെ നിറമുള്ള വെളിച്ചം ഒന്ന് ചലിച്ചു. ഏതോ ഹൃദയത്തിന്റെ സ്പന്ദനം ആ ലഹരി പതയുന്ന പാനീയത്തിന് അനുഭവപ്പെട്ടതുപോലെ. മേനോൻ സാറേ, പ്രിംറോസ് ശാന്തനായി സ്വരം താഴ്ത്തി വിളിച്ചു. അന്ന് ആദ്യമായി ആ ഭിത്തികൾ ആ ശബ്ദം കേൾക്കുകയാണ്. പൗരുഷത്തിന്റെ ശബ്ദം. അതിന് ഉറച്ച അടിത്തട്ടുണ്ട്. അവിടെ നിന്ന് ക്രമമായി ഒതുങ്ങി ഒതുങ്ങി അത് പൊങ്ങുകയാണ്. സമചിത്തതയുടെ മുഴക്കമാണ് അതിലുള്ളത്. വാട്ട്? രാവുണ്ണി മേനോൻ ചുണ്ടുകൾ തമ്മിൽ അകറ്റാതെയാണ് ആ രണ്ടക്ഷരം പുറത്തേക്ക് വിട്ടത്. ഇങ്ങെഴുന്നേറ്റ് വരൂ. പ്രിംറോസ് ഇടത് കൈകൊണ്ട് തന്റെ ടൈയിൽ തലോടുന്നുണ്ടായിരുന്നു. നിശബ്ദത. കാക്കച്ചിയുടെ ഏങ്ങലടിയും നിലച്ചിരുന്നു. ജോൺ സെബാസ്റ്റ്യനും സദാനന്ദനും രാമുണ്ണി മേനോനെ ശ്രദ്ധിച്ചു. പീലിയുടെ കണ്ണുകൾ മേനോന്റെയും പ്രിംറോസിന്റെയും ഇടയ്ക്ക് കിടന്നോടുകയാണ്. മേനോൻ പ്രിംറോസിനെ നോക്കി. ഗ്ലാസ് എടുത്ത് കുടിച്ചു തീർത്തു. വലത് കൈപ്പുറം കൊണ്ട് മീശ ഒന്ന് തുവർത്തി സാവധാനം എഴുന്നേറ്റ് പ്രിംറോസിന്റെ അടുക്കിലേക്ക് നടന്നു. പീലി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ മേനോന്റെ കസേരയ്ക്കരികിലെത്തി ഗ്ലാസ്സിൽ വിസ്കി ഒഴിച്ചു. സോഡ നിറച്ചു. മേനോൻ പ്രിംറോസിന്റെ മുന്നിൽ നിന്നു. പ്രിംറോസ് ടൈയിൽ വീണ്ടും തലോടി. മേനോൻ സാറേ, ഇവരെ ഇനിയൊന്ന് തൊട്ടാട്ടെ. അല്പം കൂടി ബലമേ ആ സ്വരത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വാചകം ഒരു കനത്ത പ്രഹരമായിട്ടാണ് രാവുണ്ണി മേനോന്റെ മുഖത്ത് ചെന്ന് വീണത്. കാക്കച്ചി ഞെട്ടി പ്രിംറോസിനെ നോക്കി. ജോൺ സെബാസ്റ്റ്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. വക്കീൽ സാറേ? ഇല്ല മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ ക്ഷോഭിച്ചിട്ടില്ല. പ്രിംറോസ് സമാധാനിപ്പിച്ചു. എന്നിട്ട് മേനോന്റെ നേർക്ക് തിരിഞ്ഞു. ഞാൻ ഈ സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്നു. മേനോൻ സാറ് പോയിരിക്കണം. രാവുണ്ണി മേനോൻ പ്രിംറോസിനെ മിഴിച്ചു നോക്കി നിന്നു. നിമിഷങ്ങൾ നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുന്നു. കാക്കുച്ചി അന്തിച്ചു നിൽക്കുകയാണ്. സാധ്യമല്ല വക്കീലെ. രാവുണ്ണി മേനോന്റെ നാവ് കുഴഞ്ഞിരുന്നു. നിമിഷനേരം രാവുണ്ണി മേനോന്റെ ടൈയും കോളറും എല്ലാം കൂടി പ്രിംറോസിന്റെ കയ്യിലിരുന്നു. മേനോൻ മുഴുവനോടെ തന്നെ മുകളിലേക്ക് ഉയരുന്നതായി തോന്നി. സാറേ, ഒന്നും ചെയ്യരുത്. ജോൺ സെബാസ്റ്റ്യൻ പ്രിംറോസിന്റെ അടുക്കലെത്തി. സദാനന്ദൻ നിശ്ചലനായിരുന്നു. പീലി അപ്പോഴും സദാനന്ദന്റെ ഗ്ലാസ്സിൽ മദ്യം പകർന്നുകൊണ്ട് നിൽക്കുകയാണ്. പ്രിംറോസ് പിടിവിട്ടു. രാവുണ്ണി മേനോൻ പിറകോട്ട് ഒന്നലച്ചു. പക്ഷേ ജോൺ സെബാസ്റ്റ്യൻ മേനോന് താങ്ങി. കസേരയിൽ തിരിച്ചു ചെന്നിരുന്ന മേനോൻ ഒരു മൂച്ചിന് തന്റെ നിറഞ്ഞിരുന്ന ഗ്ലാസ് തീർത്തു. പീലി, പ്രിംറോസ് വിളിച്ചു. എന്താ? പീലി ഭിത്തിയുടെ അരികു വഴി നീങ്ങി പ്രിംറോസിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഇവരെ എന്റെ കാറിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിലാക്കൂ. ഞൊടിയിടയിൽ എല്ലാം നടന്നു. പ്രിംറോസ് ഡ്രൈവറെ വിളിച്ചു.
വേണ്ട നിർദ്ദേശം നൽകി. പീലി കാക്കച്ചിയുടെ കൂടെ പോകാനൊരുങ്ങി. ആ സ്ത്രീ തേങ്ങിക്കരഞ്ഞുകൊണ്ട് യാചിച്ചു, എന്റെ സാറേ, എന്റെ കെട്ടിയോനെ കൂടെ വിടണേ സാറേ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇനി അങ്ങേരെ ഇട്ട് ദേഹണ്ണം ഏൽപ്പിക്കരുതേ സാറേ. അവൾ തൊഴുതു പിടിച്ചു നിന്നു. നിങ്ങൾ സമാധാനമായിട്ട് പോകൂ, അയാളെ ഞാൻ കൊണ്ടുവരും, പ്രിംറോസ് പറഞ്ഞു. കാക്കച്ചി തെല്ലു നേരം കൂടി നിന്നു, പിന്നെ നടന്നു. തിരിഞ്ഞ് അവൾ ഒന്നുകൂടി അപേക്ഷിച്ചു, അങ്ങേരെ ഇനി ഒന്നും ചെയ്യരുതേ സാറേ. ഇല്ല, പ്രിംറോസിന്റെ മറുപടി ദൃഢമായിരുന്നു. അവൾ പുറത്തേക്ക് പോയി. പീലിയും പുറകെ ചെന്നു. പ്രിംറോസ് കതകടച്ചു തിരിച്ചു വന്നിരുന്നു. വെളിയിൽ കാർ സ്റ്റാർട്ടായി മെല്ലെ നീങ്ങി. എസ്റ്റേറ്റ് റോഡ് വഴി ദൂരത്തേക്ക് പോയി. കനം കൂടിയ നിശബ്ദത ആ മുറിയിൽ വ്യാപിച്ചിരുന്നു. ആരും പരസ്പരം മുഖത്തു നോക്കിയില്ല. സിഗരറ്റിന്റെ പുക അവിടെ എങ്ങും ഒഴുകി നടന്നു. സ്തംഭിച്ചുപോയ ആ രംഗത്ത് ഒതുങ്ങിയും പതുങ്ങിയുമാണത് സഞ്ചരിച്ചത്. 10 മിനിറ്റ് പോയി. ഒന്നും പറയാതെ പുറത്ത് കാറ് വന്നു. പ്രിംറോസ് എഴുന്നേറ്റു. ജോൺ സെബാസ്റ്റ്യൻ കൂടെ എഴുന്നേറ്റു. അല്പം വല്ലായ്മയോടെ പറഞ്ഞു, വക്കീല് സാറേ, മത്തായിച്ചൻ പോയതോടെ നമ്മളുടെയൊക്കെ സ്നേഹബന്ധം കുറഞ്ഞു വരികയെന്നോ? ഇല്ല സെബാസ്റ്റ്യൻ, പ്രിംറോസ് സൗമ്യസ്വരത്തിൽ പറഞ്ഞു. പിന്നെ എന്നതായി പിണങ്ങിപ്പോക്ക്? ഞാൻ പോവുകയല്ല. പിന്നെ എന്താ ചടാന്നങ്ങ് എണീറ്റത്? അയാളെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സെബാസ്റ്റ്യൻ. ആരെയാണ് വക്കീല് സാറേ? മുത്തപ്പനെ. ഒക്കത്തില്ല. രാവുണ്ണിമേനോൻ ചാടി എഴുന്നേറ്റു. പ്രിംറോസ് അല്പനേരം മൗനമായി നിന്നു. എന്നിട്ട് പുറത്തേക്ക് കടന്നു. സാറേ, ജോൺ സെബാസ്റ്റ്യൻ പുറകെ ചെന്നു. വിഷമിക്കരുത് സെബാസ്റ്റ്യൻ, ഞാൻ നിയമം പഠിച്ചുപോയി. അതിലാദ്യം പറയുന്നത് എത്ര വലിയവരായാലും നിയമം കയ്യിൽ എടുക്കരുതെന്നാണ്. ജോൺ സെബാസ്റ്റ്യൻ മെഴുകുതിരിയുമായി അകത്തേക്ക് നടന്നു. വാതിൽക്ക് ചെന്ന് തിരിഞ്ഞ് രാവുണ്ണിമേനോന് കടക്കാനുള്ള സൗകര്യം നൽകിക്കൊണ്ട് നിന്നു. മേനോൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ജോൺ സെബാസ്റ്റ്യനും സദാനന്ദനും പുറകെ ചെന്നു. അകത്തൊരു മുറിയുടെ മുമ്പിൽ അവർ നിന്നു. ജോൺ സെബാസ്റ്റ്യൻ മെഴുകുതിരി കൊളുത്തി. മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ തന്ന മുത്തപ്പനെ വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഞാൻ തന്നെ. എന്താ? രാവുണ്ണിമേനോൻ ചോദിച്ചു. ആവട്ടെ സർ, ജോൺ സെബാസ്റ്റ്യൻ സമ്മതിച്ചു. അവർ മുറിയിലേക്ക് കയറി. മുത്തപ്പൻ ഒരു അരികിലിട്ട പായയിൽ കമന്നു കിടക്കുന്നു. ആ മെഴുകുതിരി വെളിച്ചത്തിൽ പഴന്തുണിയും ഉണങ്ങിയ കമ്പുകളും കൂടി കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ അയാളുടെ രൂപം കാണപ്പെട്ടു. ജോൺ സെബാസ്റ്റ്യൻ മെഴുകുതിരി അങ്ങോട്ട് നീക്കി കാണിച്ചു. മുത്തപ്പൻ, രാവുണ്ണിമേനോൻ വിളിച്ചു. അയാൾ മിണ്ടിയില്ല. മുത്തപ്പൻ, എണീക്കൂ. വീണ്ടും വിളിച്ചു. അയാൾ മിണ്ടിയില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. രാവുണ്ണിമേനോൻ കുനിഞ്ഞ് മുത്തപ്പനെ പിടിച്ച് തിരിച്ചു കിടത്തി. ജോൺ സെബാസ്റ്റ്യൻ നോക്കി. സദാനന്ദൻ നോക്കി. സാറേ, അപകടം പറ്റിയോ? ജോൺ സെബാസ്റ്റ്യൻ വിളിച്ചു ചോദിച്ചു. നിശബ്ദം. രാവുണ്ണിമേനോൻ നിവർന്നു നിന്നു. ജോൺ സെബാസ്റ്റ്യൻ മുഖത്തു നോക്കി. മുത്തപ്പൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ കണ്ണുകൾ മരവിച്ച് ആ മേൽക്കൂരയിലേക്ക് തറച്ചു പിടിച്ചതുപോലെ നിന്നിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നഖങ്ങൾ എന്ന നോവലിന്റെ 7ാം അധ്യായമാണ് ഇവിടെ വായിച്ചത്. അടുത്ത അധ്യായവുമായി വേഗം വരാം. ദയവായി നിങ്ങൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.